മുംബൈയുടെ മുക്കിലും മൂലയിലും നിന്ന് ഈ പുസ്തകത്തിനെ സ്വീകരിക്കാനും അതിനെപ്പറ്റി പരിചയപ്പെടുത്താനും ഒത്തിരി പരിചിതവും അല്ലാത്തതുമായ മുഖങ്ങൾ ഇവിടെ എത്തിയിട്ട് എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. 4 എഴുത്തുകാരുടെ 5 പുസ്തകത്തിന്റെ പ്രകാശനം, ക്ലബ്ബംഗങ്ങളായ 4 സാഹിത്യകാരന്മാരുടെ പ്രകാശനം എന്നത് ക്ലബിന് ഏറെ അഭിമാനമുള്ളൊരു മുഹൂർത്തമാണ്. അതിലേറെ സന്തോഷം. 1992-93 കാലഘട്ടത്തിൽ ക്ലബിന്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ച ആളാണ് അദ്ദേഹം. ഒരുപാട് രചനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് പുസ്തകത്തിന്റെ രൂപത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന പുസ്തകമാണിത്. അതിന്റെ പ്രകാശനം ക്ലബിൽ വെച്ച് നടത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്തത് വിശ്വാൻ ചേട്ടൻ ഇതുപോലെ 2007-2008 കാലഘട്ടത്തിൽ നമ്മുടെ സെക്രട്ടറിയും അതിനുശേഷം ഒരുപാട് തവണ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എന്നീ പദവികളൊക്കെ അലങ്കരിച്ച ആളാണ് വിശ്വരഞ്ജൻ സാറ്. സാറിന് കുറേ പുസ്തകങ്ങൾ ഇതിന് മുൻപ് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രകാശനം ഇവിടെ നടത്തുന്നതിനുള്ള സന്തോഷം അറിയിക്കട്ടെ. പിന്നെ പ്രസാദേട്ടൻ ക്ലബിന്റെ മാനേജിംഗ് കമ്മിറ്റി ആയിട്ട് ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിലും അതുപോലെ തന്നെ പ്രവർത്തനം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. പ്രസാദേട്ടൻ ആദ്യത്തെ എഴുത്തുകളൊക്കെ അതിന്റെ പ്രൂഫ് റീഡിങ്ങിന്റെ സമയം മുതൽ വായിക്കുമായിരുന്നു. ഇപ്പം ലേഖനങ്ങളും തർജ്ജമകളും അങ്ങനെ ഒരുപാട് രചനകൾ അദ്ദേഹത്തിന്റെ പേര് വരുന്നുണ്ട്. പ്രസാദേട്ടന്റെ പുസ്തകവും ഇവിടെ വെച്ച് പ്രകാശിക്കാൻ പറ്റിയതിന്റെ സന്തോഷം അറിയിക്കുന്നു. അടുത്ത നമ്മുടെ മായ, കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയിൽ നമ്മുടെ സെക്രട്ടറി ആയിരുന്നു. ക്ലബിന്റെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ആയിരുന്നു മായയുടെ കഴിഞ്ഞ പുസ്തകത്തിന്റെ പ്രകാശനം ഇവിടെ വെച്ച് തന്നെയായിരുന്നു. മായയുടെ 2 പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇന്ന് നടക്കുന്നത്. അതും ഇവിടെ വെച്ച് നടത്താൻ പറ്റിയതിന്റെ സന്തോഷം അറിയിക്കുകയാണ്. ക്ലബിൽ ആക്ച്വലി ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് രചനകളുമുണ്ട്. എല്ലാവരും പുസ്തകങ്ങളും പ്രകാശനം നടത്തട്ടെ. അതിന് ക്ലബ് വേദിയാവാണെങ്കിൽ അതിലേറെ സന്തോഷം. ഇതിലെത്തിച്ചേർന്ന എല്ലാവരോടും സ്വാഗതം കൂടെ അറിയിക്കുന്നു. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളും ആശംസകളും കുറഞ്ഞ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെ അഭിപ്രായം കേൾക്കാൻ പറ്റും. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാര്യമായിട്ട് പ്രകാശന ചടങ്ങിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു ആമുഖ പ്രസംഗത്തിനായി ശ്രീ കണ്ണൂർ ആർ സുരേഷ് കുമാറിനെ ക്ഷണിച്ചുള്ളൂ. സോക്രട്ടീസിന്റെ കാലത്താണ് ഈ എഴുത്ത് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് എഴുത്ത് വിപുലീകരിക്കപ്പെട്ടു. അന്ന് സോക്രട്ടീസിന്റെ എതിർത്ത് ചരിത്രം പറയുന്നുണ്ട്. എഴുത്ത് ശരിക്കും ജനങ്ങളെ അവരുടെ ചിന്താശേഷി നഷ്ടപ്പെട്ട എഴുത്ത് പാടിയെന്ന് പറഞ്ഞായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അതിനുശേഷം അച്ചടി ഉണ്ടാക്കിയ സമയത്ത് കുറ്റങ്ങൾ അച്ചടി ഉണ്ടായപ്പോൾ അതിനെ എതിർക്കാൻ ആളുണ്ടായിരുന്നു. കാരണം ചിന്താശേഷി നഷ്ടപ്പെടും. ആൾക്കാരെ ഈ ഞാൻ പറഞ്ഞില്ല മാർട്ടിൻ ലൂതറിന്റെ വിപ്ലവങ്ങൾ അതുപോലെ ആൾക്കാർ ചെയ്ത് രാജ്യങ്ങൾക്കെതിരെ തിരിയും. കാരണം ജനങ്ങൾ പഠിക്കുകയാണ്. വളരെ അച്ചടി ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്? ജനകീയമാകുകയാണ്. എഴുത്ത് വായനയൊക്കെ വളരെ ജനകീയമാകുകയാണ്. അങ്ങനെ എല്ലാ കാലത്തും ഈ സാഹിത്യവും ബുക്കും പുസ്തക പ്രവർത്തനവും അതുപോലെ പ്രകാശനങ്ങളൊക്കെ ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ നമ്മളെല്ലാം സത്യമായിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതെല്ലാം ഇതെല്ലാം ഇല്ലാതാകുന്നു. തീർച്ചയായിട്ടും ഇതിനെല്ലാം കടന്നതിനാണ് ഞാൻ പറഞ്ഞത്. സോക്രട്ടീസിന്റെ കാലം മുതലേ ഇതെല്ലാ ചോദ്യങ്ങളും നേരിട്ടാണ് നമ്മളിപ്പോൾ ഇത് നിൽക്കുന്ന ഈ സ്റ്റേജിൽ നമുക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും നിൽക്കില്ല, നിങ്ങൾക്ക് തുടർച്ചയുണ്ടാകും ഉറപ്പുണ്ട്. ആമുഖം അധികം സംസാരിച്ച സമയം കളയുന്നില്ല. ഇന്ന് പ്രകാശനം ചെയ്യുന്ന 4 എഴുത്തുകാർക്കും ആശംസകൾ നേരുന്നു. ഫൈനാൻസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ പല ക്ലബിൻ്റെ പ്രവർത്തനങ്ങളും മുംബൈക്ക് വെളിയുള്ള സമാജങ്ങൾക്കൊക്കെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. അത് അനുസരിച്ച് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ അപേക്ഷിക്കുന്നു. പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഇന്ന് നമ്മളെല്ലാവരും കണ്ണു തുറന്നത് ഒരു ദുഃഖവാർത്തയിലേക്കാണ്. അതായത് പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ ഒരു അധ്യാപക സംഘം ഒരു അപകടത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അധ്യാപകരുടെ ആ വേർപാട് ഒരു ഗ്രാമത്തെ മാത്രമല്ല കേരളത്തെ മൊത്തത്തിലും സങ്കടത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു വേദിയാണ്. അപ്പോൾ ആ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് 1 മിനിറ്റ് ഒരു മൗനം ആചരിക്കാൻ എല്ലാവരോടും. മുൻപ് പറഞ്ഞതുപോലെ 4 എഴുത്തുകാരുടെ 5 പുസ്തകങ്ങളാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യമായി നമ്മുടെ സീനിയർ മോസ്റ്റ് മെമ്പർ ശ്രീ വിജയൻ പിള്ള സാറിൻ്റെ
തുറന്നടഞ്ഞ വാതിൽ എന്ന കഥാസമാഹാരത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചു. പ്രസ്തുത പുസ്തകം പ്രകാശനം ചെയ്യാനായി പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായ CP കൃഷ്ണകുമാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി ശ്രീ K രാജൻ അവர்களെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് ഏകാന്തവാസ് എന്ന ചെറുകഥാ സമാഹാരമാണ്. രചിച്ചിരിക്കുന്നത് ശ്രീ P വിശ്വനാഥൻ. അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. ഇത് സ്വീകരിക്കുന്നതിനായി പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ K രാജൻ അവர்களെയും സ്വീകരിക്കുന്നതിനായി ശ്രീ വിക്രമൻ അദ്ദേഹത്തെയും ക്ഷണിച്ചു കൊടുക്കുന്നു. അടുത്തതായി എത്തുന്നത് ഒരു ശാസ്ത്രലേഖനമാണ്. ശാസ്ത്രലേഖന സമാഹാരമാണ്. ഇരുണ്ട ഓക്സിജൻ. രചയിതാവായ ശ്രീപ്രസാദിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ K ശ്രീജിത്ത് J, സ്വീകരിക്കുന്നതിനായി TJPC പ്രസിഡന്റ് ജെയ്ജു എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും സുപരിചിതരായ മായാദത്തിന്റെ 2 പുസ്തകങ്ങളാണ് ഈ ഒരേ വേദിയിൽ പ്രകാശിപ്പിക്കപ്പെടുന്നത്. ആദ്യത്തേത് കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ എന്നൊരു ലേഖന സമാഹാരമാണ്. ഓർമ്മക്കുറിപ്പുകളും യാത്രാ വിവരണങ്ങളും ഒക്കെ അടങ്ങിയ ഒരു പുസ്തകം. അത് പ്രകാശനം ചെയ്യുന്നതിനായി ഇതിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിനായി ശ്രീ കണക്കൂർ R സുരേഷ് കുമാറിനെയും സ്വീകരിക്കുന്നതിനായി ഡോക്ടർ A വേണുഗോപാൽ സാറിനെയും വേദിയിലേക്ക് ക്ഷണിച്ചു. കവിതാ സമാഹാരമാണ് അടുത്തതായി നാം പ്രകാശനം ചെയ്യുന്നത്. ആകാശമോഹങ്ങൾ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ആ പുസ്തകം പ്രകാശനം ചെയ്യാനായി പ്രശസ്ത കവി ശ്രീ G വിശ്വനാഥൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരിക്കാനായി ശ്രീ സന്തോഷ് പല്ലശന. ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ട ഓരോ പുസ്തകവും പ്രകാശിച്ചവരും എഴുതിയവരും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാനുണ്ട്. അതിലേക്കായിട്ട് പുസ്തകം പ്രകാശിപ്പിച്ച ആൾക്കാരും എഴുത്തുകാരും ഒരിക്കൽ കൂടി വേദിയിലേക്ക് വരണം.